തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ നടപടികൾ തുടരുകയാണ്. ഇന്ന് കൂടുതൽ ജോലിക്കാരെ എത്തിച്ച് പൊഴിമുറിക്കൽ വേഗത്തിലാക്കുമെന്ന് അറിയുന്നു. സമരസമിതിയും ട്രെഡ്ജർ എത്തിക്കുന്ന കരാർ കമ്പനിയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പൊഴിമുറിക്കുന്നതിൽ തീരുമാനമുണ്ടായത്. സലീം മാലിക് മുതലപ്പൊഴിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. സലീം മാലിക്, മുതലപ്പൊഴിയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് അഗൈൻ. മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഈ സമരസമിതിയും ഒപ്പം തന്നെ ഈ ഡ്രഡ്ജർ എത്തിക്കുന്ന കരാർ കമ്പനിയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ അതിനൊരു ഔദ്യോഗികമായ പൊഴിമുറിക്കുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നിർവഹിച്ചു പോയതാണ്. അതൊരു മൺവെട്ടി കൊണ്ട് മണ്ണൊരൽപ്പം നീക്കി അതിൻ്റെ ഉദ്ഘാടനം നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുള്ളൊരു ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഹിറ്റാച്ചിയും മറ്റു എത്തിച്ചുകൊണ്ട് ഒരേ സമയം 3 ഹിറ്റാച്ചികൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ പൊഴിമുറിക്കൽ നടപടി വേഗത്തിലാക്കുകയാണ്. മാത്രമല്ല നാട്ടുകാരുടെ പ്രതിഷേധമില്ല. പക്ഷേ അവർ ഈ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിക്കും, അവർ കൂടി ഒപ്പം ചേർന്ന് പൊഴിമുറിക്കാം എന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ആ നിലയിൽ ഏതെങ്കിലും നാട്ടുകാരുടെ സാന്നിധ്യം ഇവിടെ കാണുന്നില്ല. അവർ കമ്പനി ഏർപ്പെടുത്തിയ ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ പൊഴിമുറിക്കാൻ ഇവിടെ ഉള്ളത്. പക്ഷേ നാട്ടുകാരുടെ ഒരു എതിർപ്പും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പൊഴി മുറിച്ചതിന് ശേഷം ഒരു ബോട്ടിന് പോകാൻ പാകത്തിനുള്ള അളവിലായിരിക്കും ഈ പൊഴി മുറിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡ്രഡ്ജറിനും ഇവിടേക്ക് എത്തിക്കാൻ പറ്റൂ. ഡ്രഡ്ജർ ഒരല്പ ദിവസത്തിന് ശേഷം തന്നെ തൊട്ടപ്പുറത്തെ കടലിൻ്റെ ഒരു വശത്തേക്ക് കൊണ്ടെത്തിക്കും. അതിന് പിന്നാലെ ഈ പൊഴി പൂർണ്ണമായും മുറിച്ചു കഴിഞ്ഞ് അത് ഇവിടേക്ക് പോകുന്ന പശ്ചാത്തലമായാൽ അത് ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുകയും പിന്നീട് വളരെ വേഗത്തിൽ മണൽ നീക്കം ആരംഭിക്കും എന്നുള്ളതാണ് ഇവിടേക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പൊഴി പൂർണ്ണമായും മുറിച്ചു കഴിഞ്ഞാൽ നിലവിൽ ബോട്ടുകൾ ഉൾപ്പെടെ മത്സ്യബന്ധനത്തിന് പോകാനും വലിയ തടസ്സമില്ലാതെ ഇരിക്കും. കഴിഞ്ഞ 14 ദിവസമായി പൂർണ്ണമായും മത്സ്യബന്ധനം മുടങ്ങി 170-ലധികം ബോട്ടുകൾ ഇവിടെ കുടുങ്ങിയ നിലയിലാണുള്ളത്. അതിനും ഒരു ആശ്വാസം ഉണ്ടാകും ഈ പൊഴിമുറിക്കൽ നടപടി അവസാനിക്കുന്നതോടുകൂടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്ന് രാത്രിയും പകലും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർണ്ണമായും പൊഴി മുറിക്കും എന്നുള്ളതായിരുന്നു ഈ ഉദ്യോഗസ്ഥർ നിലവിൽ ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ അതെങ്ങനെയെങ്കിലും സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അരമണിക്കൂറിലധികമായി സമയമായി ഈ പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടും മണൽ അങ്ങനെ അങ്ങോട്ട് കാര്യമായി മാറിയിട്ടില്ല, നീക്കം ചെയ്യാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 4 ദിവസം കൊണ്ട് ഈ പൊഴി പൂർണ്ണമായും മുറിച്ച് കഴിയുമോ എന്നുള്ളതിലൊരു ആശങ്കയുണ്ട്. ഒരാഴ്ചയിലധികം അത് എടുക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ പൊഴിമുറിക്കൽ നടപടികൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷേ രാത്രിയിലുള്ള പ്രവർത്തനം അന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായിരുന്നെങ്കിലും രാത്രിയിലുള്ള പ്രവർത്തനം തൽക്കാലം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. SKN.